നമസ്കാരം. നടി തൃഷ കൃഷ്ണൻ തെന്നിന്ത്യയുടെ താരറാണിയായാണ് അറിയപ്പെടുന്നത്. സിനിമയിലെത്തിയിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുമ്പോഴും നിരവധി ആരാധകർക്കാണ് ഇതിൽ സംശയം തോന്നുന്നത്. താരത്തിന് 40 വയസ്സായി, എന്നിട്ടും ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ്. മാത്രമല്ല, താരത്തിന്റെ ലുക്കും ശ്രദ്ധേയമാണ്. 40കാരിയാണെന്ന് പറയുകയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞ് വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ചില കാരണങ്ങൾ അത് മുടങ്ങുന്നത്. തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് മുടങ്ങിപ്പോയത് മുതൽ അങ്ങോട്ട് നടിയെക്കുറിച്ചുള്ള പല ഗോസിപ്പുകളും വലിയ രീതിയിൽ ചർച്ചയായി. അതിൽ ശ്രദ്ധേയമായ ഒരു കഥ തെലുങ്കിലെ സൂപ്പർ താരം പ്രഭാസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കഥകളായിരുന്നു. മാത്രമല്ല, 20 വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം തൃഷയുടെ ചേർത്ത് പ്രണയകഥകൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഒരിക്കൽ നടി തൃഷ മറ്റൊരു നടനുമായി പ്രണയത്തിലാണെന്നുള്ള കഥകളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ദളപതി വിജയുടെ പേരിനൊപ്പമാണ് തൃഷയുടെ പേര് ഏറെയും കേൾക്കുന്നത്. വിജയ് ഭാര്യ സംഗീതയിൽ നിന്നും വേർപെട്ട് കഴിയുകയാണെന്നും അതിന് കാരണം തൃഷയുമായുള്ള ബന്ധമാണെന്നുമെല്ലാം കഥകളുണ്ട്. കഴിഞ്ഞ ദിവസം വിജയുടെ പിറന്നാളിന് തൃഷ പങ്കുവച്ച ആശംസാ പോസ്റ്റ് കൂടി വൈറലായതോടെ തൃഷ വിജയ് ബന്ധം ആരാധകർക്കിടയിൽ അധികമായി ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇരുവരും ഔട്ടിങ്ങിന് പോകാനായി തയ്യാറായി ലിഫ്റ്റിൽ കയറിപ്പോഴുള്ള സെൽഫി പങ്കിട്ടായിരുന്നു തൃഷ വിജയ്ക്ക് പിറന്നാൾ ആശംസ നേർന്നത്. മാത്രമല്ല, കുറച്ചു നാളുകൾക്ക് മുമ്പ് രണ്ടുപേരെയും ഒന്നിച്ചൊരു വിദേശ രാജ്യത്ത് കണ്ടതും ഇവർ ഡേറ്റിംഗിലാണോ സംശയം ആരാധകരിൽ വർദ്ധിക്കാൻ കാരണമായി. നോർവേയിൽ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങളായിരുന്നു അന്ന് വൈറലായത്. തൃഷയുടെ പിറന്നാൾ ആശംസ എത്തിയതോടെ നിരവധി ആരാധകർ രസകരമായ കമന്റുകളുമായും എത്തി. മാത്രമല്ല, ആരാധകർ തമ്മിൽ കമന്റ് സെക്ഷനിൽ തർക്കവും നടന്നു. ഒരുമിച്ചാണെന്നത് തൃഷ പറയാതെ പറയാനാണ് പിറന്നാൾ ആശംസയുമായി എത്തിയതെന്നാണ് ആരാധകരിൽ ഒരാൾ കുറിച്ചത്. മറ്റൊരാൾ വിജയ് വിവാഹിതനാണെന്ന കാര്യം മറന്നുകൊണ്ട് താണ് കമന്റുകൾ ഇടരുതെന്ന് കുറിച്ചു. മാരിഡ് മാൻ എന്തിന് ഡേറ്റിന് പോയി എന്നുള്ള കമന്റുകളും അതിലടിയിലുണ്ട്. വിജയ് വിവാഹം കഴിച്ചൂടെ എന്നാണ് ഒരാൾ കമന്റിലൂടെ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ തൃഷയുടെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തെക്കുറിച്ചും അതിനിടയിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ചും തമിഴ് മാധ്യമ പ്രവർത്തകൻ സബിത ജോസഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. 16 വയസ്സ് മുതൽ തൃഷ മോഡലിംഗ് ചെയ്തു തുടങ്ങി. റഷ്യൻ നോവലുകളുടെ ആരാധികയായ മുത്തശ്ശിയാണ് തൃഷയ്ക്ക് ആ പേര് നൽകിയത്. എത്ര പരാജയങ്ങൾ നേരിട്ടാലും വീണ്ടും ഉയരാനുള്ള കഴിവുണ്ടെന്നാണ് തൃഷ എന്ന പേരിനർത്ഥം. മോഡലിംഗ് ചെയ്തു തുടങ്ങിയപ്പോൾ തൃഷ മിസ് സേലമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തുടർന്ന് ഒരു ആൽബത്തിൽ അഭിനയിച്ചു. ആ ആൽബത്തിലൂടെയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത ലേസാ ലേസയിൽ അഭിനയിക്കാൻ തൃഷയ്ക്ക് അവസരം ലഭിച്ചത്. തൃഷയ്ക്ക് കരിയർ വലിയ ബ്രേക്ക് നൽകിയ ചിത്രമായിരുന്നു ഗില്ലി. വിജയങ്ങൾ മാത്രമല്ല, ഒട്ടനവധി അപമാനങ്ങളും തൃഷ സിനിമാ മേഖലയിൽ നിന്നും നേരിട്ടിട്ടുണ്ട്. ഒരിക്കൽ താരം കുളിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. ഒരു വാരിക ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരുന്നു. അതേ തുടർന്ന് മാസികയ്ക്കെതിരെ തൃഷ കേസും നൽകി. തൃഷയ്ക്ക് പാർട്ടിക്കും മറ്റുമായി ഒരു സംഘമുണ്ട്. ആ സംഘത്തോടൊപ്പം ചേർന്ന് താരം മദ്യപിക്കാറുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അവയിൽ ചിലത് സത്യവുമാണ്. തൃഷ കുടിച്ചിട്ട് പൊതുസ്ഥലത്ത് ബഹളം വെച്ചു എന്നത് ശരിയാണ്. അത് വാർത്തയാവുകയും ചെയ്തു. നടി പക്ഷേ വാർത്തയ്ക്കെതിരെ പ്രതിഷേധിച്ചില്ല. പകരം അത് പബ്ലിസിറ്റിക്കായി ഉപയോഗിച്ചു. ഒരു കാലത്ത് വിക്രവുമായി പ്രണയത്തിലായിരുന്നു. സാമി പടത്തിനു ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത്. ശേഷം വിജയ്ക്കൊപ്പം സിനിമകൾ ചെയ്യാൻ തുടങ്ങി. ഗില്ലി വലിയ ഹിറ്റായതോടെ പ്രേക്ഷകരുടെ പ്രിയ ജോഡിയായിരുന്നു ഇരുവരും. പക്ഷേ സാധാരണ നായകന്മാർ ഒരേ നായികയ്ക്കൊപ്പം തുടർച്ചയായി അഭിനയിക്കാറില്ല. അങ്ങനെയാണ് തൃഷയും വിജയും ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്നത് നിർത്തിയത്. പിന്നീട് തെലുങ്ക് നടൻ റാണയുമായി പ്രണയത്തിലായി. പക്ഷേ അത് വിജയം കണ്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യവസായിയുമായി തൃഷയുടെ വിവാഹ നിശ്ചയം നടന്നു. എന്നാൽ ചില കാരണങ്ങളാൽ വിവാഹം മുടങ്ങിയെന്നാണ് സബിത ജോസഫ് നടിയുടെ 20 വർഷത്തെ സിനിമാ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവെ വ്യക്തമാക്കിയത്.